മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ ഈ അവസരത്തിൽ ഈ വേദിയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സാർ, പ്രിയപ്പെട്ട KM ഫ്രാൻസിസ് സാർ ഉൾപ്പെടെയുള്ള ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, തൃശൂർ അതിരൂപതാ സമിതിയുടെ ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്തിയ ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കത്തോലിക്ക കോൺഗ്രസ്. നൂറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ പങ്കാളികളായിരിക്കുന്നത് എന്നുള്ളത് അഭിമാനാർഹകരമായ കാര്യമാണ്. കാത്തലിക് കൗൺസിൽ എന്നുള്ള നിലയിൽ അതിശൽകുന്നത് അഭിമന്യ താഴത്ത് പിതാവിന്റെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുക. നമ്മളുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാ നിമിഷവും വരുന്ന വാർത്തകൾ ഏറ്റവും കൂടുതൽ വായിച്ച് ശ്രദ്ധിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് 1918 ഔദ്യോഗികമായി രൂപം കൊണ്ടു. അന്ന് കേരളത്തിലെ കത്തോലിക്കരുടെ മുഴുവൻ സംഘടനയായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിജുവിനേറ്റ് ചെയ്തിട്ട് കൂടുതൽ എല്ലാ വിശ്വാസികളെയും സിറോ മലബാർ കത്തോലിക്ക സമുദായം ആ ഒരു ബോധ്യത്തിൽ നമ്മൾ വളരണം. അഭിനയ ആൻഡ്രൂസ് പിതാവ് അതിശക്തമായ പിന്തുണ നമുക്ക് തന്നിട്ടുണ്ട്. അത് അഭിനയ പിതാവിൻ്റെ ഇടയലേഖനത്തിലൂടെ വെളിപ്പെട്ട് കഴിഞ്ഞു. ശക്തരായ 2 വൈദികരെ നമുക്കായി തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതൊരു സന്ദേശം അദ്ദേഹം നമുക്ക് നൽകി. അത് സ്ട്രാറ്റജിക് ചലഞ്ചസ് ആണ്. നമുക്കെതിരെ ഉണ്ടായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില ചലഞ്ചസ് ആണ്. ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓരോ സംഘടനയ്ക്കും ചരിത്രപരമായ ചില ദൗത്യങ്ങളുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് മഹാജൂബിലി വർഷത്തില് പ്രത്യാശയുടെ തീർത്ഥാടകരാകാനായിട്ടാണ് മാർപ്പാപ്പ നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസ് ഈ നോമ്പുകാലത്തിൽ, എനിക്ക് തോന്നി നോമ്പുകാലത്തിന്റെ ആത്മീയ ചൈതന്യത്തില് തീർത്ഥാടനങ്ങളിൽ വ്യാപനവും വിപണനവും നിയന്ത്രിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കാൻ ഈ സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. കോശി കമ്മീഷൻ റിപ്പോർട്ട് 2 വർഷത്തിന് ശേഷവും പ്രസിദ്ധീകരിക്കാത്തതിനാൽ ഈ സമ്മേളനം ശക്തമായി പ്രതിഷേധിക്കുന്നു. കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ആരംഭമാവട്ടെ എന്ന് പറയുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് കിടക്കുന്നില്ല. ആൻഡ്രൂസ് താഴത്ത് പിതാവിന് കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപതാ സമിതിയുടെ പേരിലുള്ള നന്ദി